വിദ്യാർത്ഥി രാഷ്ട്രീയം ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, മദ്യപാനമില്ലാതെ, മയക്കുമരുന്നില്ലാതെ, അടിമത്തമില്ലാതെ ഈ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നത് പോലെ ഉള്ളൂ എന്നെ സംബന്ധിച്ചത്. കാരണം ഈ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ബേസിക്കലി നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ വാലായിട്ട് അവരുടെ സമരങ്ങളും അവരുടെ ധർണകളും അവരുടെ അക്രമങ്ങളും അവരുടെ അസ്വസ്ഥതകളും എല്ലാം ഏറ്റെടുത്ത് നടത്താനായിട്ടുള്ള ഒരു ട്രൈബിനെ ഉണ്ടാക്കുക എന്നുള്ള. ഇവരെന്തിനാണ് വരുന്നത്? പഠിക്കാൻ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഈ പഠനം എന്ന് പറയുന്നതിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? ഇപ്പം ഇന്നത്തെ നിലയിലെ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തെ സമസ്ത മേഖലയിലും തളർത്തുന്നതാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഗുണമില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഞാനൊരു പ്രസന്റേഷനിൽ പറഞ്ഞാണ്, ദർ ഈസ് നോ രാഷ്ട്രീയം ഇൻ വിദ്യാർത്ഥി രാഷ്ട്രീയം. എന്ത് രാഷ്ട്രീയമാണ്? അവരുടെ പാർട്ടി ഈ ഇലക്ഷന് മുന്നേ ഒരു ആളെ ബസ്സിൽ ഇരിക്കുന്ന ഒരാളുടെ എന്നൊരു ഈ മൈക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു, ഒരു പത്രത്തിലെ ഏകകീയാന്ന് തോന്നുന്നു. നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നത്. ഈ ലോക്സഭാ ഇലക്ഷൻ തൊട്ട് മുന്നേ അയാൾക്ക് ചോദിക്കുകയാണ്, നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞ SFIക്കാണ്. SFI അല്ല, DYFIക്കാണ്. അടുത്ത പെട്ടെന്ന് മാറ്റിയിട്ട് പറഞ്ഞു SFI DYFI ഒന്നും ഇലക്ഷൻ നിൽക്കുന്നില്ലല്ലോ. ഇലക്ഷൻ അരിവാൾ. ഇത് പരമാവധി രാഷ്ട്രീയമാണിത്. ഇത് അത്രയും അറിയാവുന്ന, അതുപോലെ അറിയാൻ വയ്യാത്ത ആളുകളാണ് കൂടുതൽ. കുറേ പദങ്ങളും അക്ഷരങ്ങളും കൂട്ടങ്ങളും. വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു സോഷ്യൽ ഈവിളാണ്. കേരളത്തിൽ ആരും അങ്ങനെ പറയുന്നു തോന്നുന്നില്ല. അവരെല്ലാം ജനാധിപത്യം പഠിക്കുന്നതാണ്. ജനാധിപത്യം അല്ല അവിടെ പഠിക്കുന്നത് യഥാർത്ഥത്തിൽ. ഞാൻ ഒരുപാട് കോളേജുകളിൽ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ നെരിപ്പോടുകൾ എന്നൊക്കെ പറയുന്ന കോളേജുകളിൽ വർഷങ്ങളോളം ജോലി ചെയ്തിട്ടുള്ള ആൾ. അവിടെ ജനാധിപത്യവും ഇല്ല, രാഷ്ട്രീയവും ഇല്ല, ഒന്നുമില്ല. പ്യുവർ വയലൻസിൻ്റെ പരിശീലന കേന്ദ്രങ്ങൾ. ഈ കുട്ടികളെ ഇത്രയും, നിങ്ങളിപ്പോൾ ഈ അടുത്തിടെ ഒരു പടം എൻ്റെ ഒരാൾ സജസ്റ്റ് ചെയ്തു, ആവേശം എന്ന് പറയുന്നൊരു മലയാള സിനിമ. പറഞ്ഞ് ഭയങ്കര ഹിറ്റാണ്, ഭയങ്കര ഇതാ മോനെ എന്നൊക്കെ എപ്പോഴും പറയുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ റൈറ്റ്. കുറേ നേരം കണ്ടപ്പോഴത്തേക്ക് ഞാൻ ആദ്യം കാണുന്ന ഒരു കോളേജ്, ആ കോളേജിൽ ഒരു അധോലോകം, ആളുകളെല്ലാം വരുന്നു, ചെയിനും. ഇത് എനിക്കറിയില്ല ഇത് എവിടെയാ, ഏത് കോളേജാണെന്ന് അറിയില്ല. പിന്നെ അതുമായിട്ട് അധോലോകം, വെട്ട്, കുത്ത്, വടിവാള്. എന്താണ് ഇത്? വല്ല ഹാരി പോട്ടർ വേൾഡ് വല്ലതും ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നിരുന്നാലും അതിനകത്ത് കാണിക്കുന്ന ഒരു സംഗതി ഉണ്ടില്ലേ, നിങ്ങൾ വിദ്യാഭ്യാസത്തെക്കുറിച്ച് അങ്ങനെ ഒരു സംഗതി വരുമ്പോൾ തന്നെ ആളുകൾ അത് നോർമലായിട്ട് അങ്ങ് സ്വീകരിക്കുക. അത് ഇങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സിദ്ധാർത്ഥിൻ്റെയൊക്കെ ആ ഒരു വിഷയം വന്നതിന് ശേഷം അതൊക്കെ റിയലാണ്. എത്ര ഭീകരമാണ് പഠിക്കാനായിട്ട് വരുന്ന കുട്ടികൾ. അവർ വേറൊരു പാരലൽ വേൾഡിലേക്ക് പോവുകയാണ്. ഇങ്ങനെ എല്ലാ കോളേജിലും ഇങ്ങനെ പോകുന്നതെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാൻ പഠിക്കുന്ന കോളേജിലൊന്നും ഈ രീതിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും ഇതാണ് യഥാർത്ഥ വിദ്യാർത്ഥി രാഷ്ട്രീയം. ഈ പൊളിറ്റിക്സിൻ്റെ കീഴിലുള്ള ചേട്ടന്മാരെ മാനിക്കുക. അധ്യാപകരെ മാനിക്കേണ്ട കാര്യമില്ല, ചേട്ടന്മാരെ മാനിക്കുക. ചേട്ടന്മാരെന്ന് വിളിക്കണം. ഇവനായിരിക്കും മൂത്തത്. ഇവൻ 20 വയസ്സും മനു 18 വയസ്സും ആയിരിക്കും. പക്ഷേ ഇവൻ ഫസ്റ്റ് ഇയർ ആണ്, മറ്റവൻ സെക്കൻഡ് ഇയർ ആണ്. ചേട്ടൻ എന്ന് വിളിക്കണം. ചേട്ടന്മാർ വരുമ്പോൾ എഴുന്നേറ്റിരിക്കണം. ഇതിനകത്ത് തന്നെ സീനിയേഴ്സ് വരുമ്പോൾ എഴുന്നേറ്റിരിക്കണം. ഇതേ ആളുകളാണ് പറയുന്നത് അധ്യാപകർ വരുമ്പോൾ എഴുന്നേറ്റിരിക്കേണ്ട കാര്യമില്ല, അധ്യാപകർ നമ്മളെ പഠിപ്പിക്കും, അവർക്ക് ശമ്പളം കിട്ടുന്നതാണ് എന്ന് പറയും. ഓക്കെ, അത് ഞാൻ അംഗീകരിച്ചു. പക്ഷേ വേറൊരു വർഗത്തെ ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ്. നിന്റെ ബിംബങ്ങൾ മാറ്റിക്കൊടുക്കുകയാണ്, നിന്റെ വിഗ്രഹങ്ങൾ മാറ്റിക്കൊടുക്കുകയാണ്. നീ തൊഴുതുകൊണ്ടേ ഇരിക്കണം, അത് മാറ്റിയിട്ട് വേറെണ്ണം കൊടുക്കണം. നമ്മുടെ കലാലയങ്ങളെക്കുറിച്ച് എൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഇതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വ്യാജ വിദ്യാർത്ഥികൾ, ഫേക്ക് സ്റ്റുഡൻസ്. നമ്മളൊരു ഡോക്ടർ ഫേക്ക് ആണെങ്കിൽ പത്രത്തിൽ വാർത്ത വരും, അല്ലേ, വ്യാജ ഡോക്ടർ അറസ്റ്റിൽ. പക്ഷെ ഒരു വ്യാജ വിദ്യാർത്ഥി പുറത്ത് എന്ന് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ബട്ട് വിദ്യാർത്ഥികളിൽ നല്ലൊരു ശതമാനം വ്യാജമാണ്. എന്ന് വെച്ചാൽ ദേ ഡു നോട്ട് വാണ്ട് ടു സ്റ്റഡി, ദേ ഡോണ്ട് വാണ്ട്. അവർ വരുന്നു, വേറെ എന്തെങ്കിലും ചെയ്യാനായിട്ട് വരുന്നു, 3 വർഷം ഇത് തോന്നുന്നു, ഫേക്ക്. ബട്ട് അവിടെ ആരും ഫേക്ക് ആണെന്ന് പറഞ്ഞാൽ ആരും ഒന്നും ചെയ്യുന്നില്ല.